നമസ്കാരം. പല പാർട്ടി നേതാക്കളുടെയും പ്രസ്താവനകളും പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത് സംഘടനാ തലത്തിൽ എന്തൊക്കെയോ നീറിപ്പുകയുന്നുണ്ട് എന്നാണ്. CPMന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന ചുരുങ്ങിയ കാലയളവിൽ ഒഴികെ പാർട്ടിയുടെ നിയന്ത്രണം കണ്ണൂർ ലോബിയുടെ കൈകളിലായിരുന്നു. ഇവരുടെ നിയന്ത്രണ രേഖയ്ക്കുള്ളിൽ ഇവരുടെ ഇംഗിതങ്ങൾക്കെതിരായി ആരു നീങ്ങിയാലും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് നന്നായി അറിയാമായിരുന്നു. അതായത് PV ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്. മാത്രമല്ല, ഈ മനോഭാവം പാർട്ടി അണികളെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ള കൊല വഴികളും അവർ കണ്ടെത്തിയിരുന്നു. പ്രത്യയശാസ്ത്രത്തെ ദൂരെ എറിഞ്ഞിട്ട് ഭയപ്പെടുത്തലിനെ ആയുധമാക്കാമെന്ന് അവർ കണ്ടെത്തിയിരുന്നു. MV രാഘവനും TP ചന്ദ്രശേഖരനുമെല്ലാം അണികൾക്കുള്ള പാഠം കൂടിയായിരുന്നു. പലപ്പോഴും കൊലപാതകം ഉൾപ്പെടെയുള്ള പല കുറ്റകൃത്യങ്ങളുടെയും പിന്നാമ്പുറ കഥകൾ ചുരുളഴിയുന്നത് പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ്. എല്ലാ കുറ്റങ്ങളും P ജയരാജന്റെ തലയിൽ കെട്ടിവെച്ച് വിശുദ്ധരാകാൻ ശ്രമിച്ചവരാണ് മറ്റെല്ലാ നേതാക്കളും, PV ഉൾപ്പെടെ. ഇന്ന് ആ കൊട്ടേഷൻ സംഘത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. പരോളിലും ജാമ്യത്തിലും കോടതിയിൽ നിന്നും വിടുതൽ നേടി ജയിലിന് പുറത്ത് സുഖിച്ചു നടക്കുന്നവരും ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്നവരും തമ്മിലുള്ള മാനസിക അകലം കൂടി വരും. ആ അകൽച്ച സ്വാഭാവികമായി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ചെന്ന് അവസാനിക്കും. ഈ തിരിച്ചറിവ് കണ്ണൂരിലെ പാർട്ടിയെ ഒന്നാകെ ഭയപ്പെടുത്തുന്നുണ്ട്. വടകരയിൽ ഷാഫി പറമ്പലിനുണ്ടായ തകർപ്പൻ വിജയവും താരറാണിക്കുണ്ടായ നാണം കെട്ട തോൽവിയും ഈ വസ്തുത ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നു. തീയണയ്ക്കാൻ പോകുന്ന അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ റോളിലാണ് ഇപ്പോൾ പാർട്ടി. സമീപ സ്ഥലങ്ങളിലേക്ക് ഈ തീ പടരാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചുമതല. ഈ തിരിച്ചറിവ് കൊണ്ടായിരിക്കണം EP ജയരാജൻ ഇപ്പോഴും സുരക്ഷിതനായി നടക്കുന്നത്. ഇപ്പോൾ അരങ്ങേറുന്ന പരോൾ നാടകം പോലും ശിക്ഷ അനുഭവിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ ദയാദാക്ഷിണ്യത്തിനു വേണ്ടിയുള്ള അപേക്ഷകളാണ്. LDF വരും, എല്ലാം ശരിയാകും എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തതാണ്. കാര്യമായി ഒന്നും നടന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ബൈബിൾ വചനം ആവർത്തിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. ഭരണകൂടത്തിൻ്റെയും പാർട്ടിയുടെയും മേലുള്ള തൻ്റെ നിയന്ത്രണം ഏതു സമയത്തും നഷ്ടപ്പെടാമെന്ന ആശങ്ക പിണറായിയെ ദുർബലനാക്കുന്നുണ്ട്. പാർട്ടിയുടെ ഭാവി എന്നത് മാത്രമല്ല PVയുടെ ആശങ്ക, തൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും അയാളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. വ്യക്തിപരമായി PV ദുർബലനാകാൻ തുടങ്ങിയത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെയാണ്. ചന്ദ്രശേഖരൻ തൻ്റെ ഡയറിക്കുറിപ്പുകൾ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതിൽ ഒരു PVയുടെ പേരുണ്ടാകുമായിരുന്നു എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിയാം. TP ചന്ദ്രശേഖരന്റെ വധം മാത്രമല്ല ജനങ്ങളെ പ്രകോപിതരാക്കിയത്, അത് നിർവഹിച്ച രീതിയും അതിലെ പൈശാചികത്വവും സമാനതകളില്ലാത്തതായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരാൾ ആഭ്യന്തരമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രം കുറെ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഉറപ്പുകൊടുത്ത ആൾ ദൈവങ്ങൾക്ക് പ്രതികളെ തള്ളിപ്പറയേണ്ടി വന്നു. മാഷാ അള്ളാ സ്റ്റിക്കർ പതിച്ച ഇന്നോവ കാർ കൊലപാതകികൾക്ക് സഞ്ചരിക്കാൻ ഉപയോഗിച്ചാൽ SDPI പോലെയുള്ള ഇസ്ലാമിക സംഘടനകളിലേക്ക് ബഹുജന ശ്രദ്ധയും അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയും തിരിച്ചുവിടാമെന്ന് CPM ബുദ്ധികേന്ദ്രങ്ങൾ കരുതിയിരുന്നിരിക്കണം. എന്തായാലും ആ നീക്കം പൊളിഞ്ഞു. TPയുടെ വധവുമായി CPMന് ബന്ധമില്ല എന്ന വ്യാപക പ്രചരണവും ഫലം കണ്ടില്ല. ഏറ്റവും നീചമായ മനസ്സിന്റെ ഉടമകളാണ് CPM എന്ന് ഉറപ്പിക്കാൻ വീണ്ടും വടകരയിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവയിൽ വന്ന TPയുടെ കൊലയാളികൾ അദ്ദേഹത്തെ കഷണങ്ങളായി വെട്ടി നുറുക്കിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ വടകരയിലെ ജനങ്ങളുടെ കൂട്ടക്കുരുതി നടത്താനാണ് ഈ ടീച്ചറമ്മ കോപ്പ് കൂട്ടിയത്. ഷാഫിയുടെ കാഫിർ പ്രയോഗത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുള്ള അശ്ലീല വീഡിയോകളെക്കുറിച്ചും ശൈലജ തന്നെ പൂങ്കണ്ണീരൊഴുക്കിക്കൊണ്ട് നടത്തിയ പത്രസമ്മേളനങ്ങൾ, അവയുടെ പിന്നാലെ സഖാക്കൾ പോയിരുന്നെങ്കിൽ ചോരച്ചാലുകൾ നീന്തിക്കിടക്കേണ്ട ദൗർഭാഗ്യം വടകരയിലെ ജനങ്ങൾക്കുണ്ടാകുമായിരുന്നു. ഇവരുടെ കപട നാടകങ്ങളിൽ മയങ്ങാതെ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ഇവരെ തോൽപ്പിച്ച ഷാഫി പറമ്പലിനെ ജയിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ശരി അതാണ്. ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് KK ശൈലജയെ തോൽപ്പിച്ച വടകരയിലെ ജനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇനിയാണ് PV ആൻഡ് കമ്പനി അവതരിപ്പിച്ച പരോൾ നാടകം. ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായി പരോൾ അനുവദിക്കാൻ കഴിയില്ലെന്ന ഈ നാടകവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്ക് വേണ്ടി തങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അവരെയും രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി പുറത്തു നിൽക്കുന്ന സഖാക്കളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് PVയുടെയും പാർട്ടിയുടെയും ലക്ഷ്യം. വിദേശത്തെ സർവകലാശാലകളിൽ അഡ്മിഷന് വേണ്ടി കാത്തുനിൽക്കുന്ന മുന്തിയ സഖാക്കളുടെ മക്കൾ രക്തസാക്ഷികളാകാൻ കാത്തുനിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകില്ല. CPMലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവങ്ങളെല്ലാം തന്നെ. ഒന്നാമത്തേത്, 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി P ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനവും പോയി വടകരയിൽ തോൽക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, EP ജയരാജൻ CPMലെ കാക്ക. പിണറായിക്കും കുടുംബത്തിനും വേണ്ടി CPMനും പരിസരത്തുമുള്ള അഴുക്കുകളെ കൊത്തി തിന്നുക എന്നുള്ളതായിരുന്നു EPയുടെ ജോലി. മൂന്നാമത്തെ കാരണം, MV ജയരാജൻ പൊട്ടനല്ല,
പക്ഷേ പൊട്ടൻ കളിക്കാൻ MV ജയരാജന് നന്നായി അറിയാം. കണ്ണൂരിൽ തോറ്റിട്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നത് ഇതിൻ്റെ തെളിവാണ്. നാലാമത്തേത് ഡ്രിൽ മാസ്റ്റർ MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം മെയ് വഴക്കമുള്ള ഡ്രിൽ മാസ്റ്റർ ആണോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. പരോൾ കിട്ടില്ല എന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച നാടകമായിരുന്നു TP പ്രതികളുടെ പേരും വിട്ടയക്കാനുള്ളവരുടെ പട്ടികയിൽ പെടുത്തിയത്. മുന്തിയ മാധ്യമപ്രവർത്തകരും ചാനലുകളും മൂക്കുകുത്തി വീണ നാടകം അതായിരുന്നു. TP കൊലക്കേസിലെ പ്രതികളുടെ പേര് വിട്ടയക്കാനുള്ളവരുടെ പട്ടികയിൽ എഴുതി ചേർക്കാനുള്ള കാരണം. ഇതൊരു നാടകമാണ്. പിണറായിയും ജയരാജന്മാരും ഗോവിന്ദനുമൊക്കെ അടങ്ങുന്ന കണ്ണൂർ ലോബി തിരക്കഥ എഴുതി കളിക്കുന്ന ഒരു പൊറാട്ട് നാടകം. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. TPയുടെ കൊലയാളികൾ പുറത്തിറങ്ങില്ല. പുറത്തിറങ്ങരുത് എന്നാഗ്രഹിക്കുന്നത് KK രമയും കേരളത്തിലെ ജനങ്ങളും മാത്രമല്ല, PVയും MVയും ജയരാജന്മാരും അടങ്ങുന്ന കണ്ണൂരിലെ CPM ലോബി കൂടിയാണ്.